ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നനച്ചുള്ള പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കുറച്ചൊന്ന് ലേറ്റായിട്ടാണ്. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാവധാനങ്ങളൊക്കെ ഉള്ള ദിവസം അങ്ങനെ ചെയ്യാമെന്നുള്ളതിൽ സാവധാനമാക്കിയതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെ ഭാരമില്ലാത്ത പണികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ കിച്ചണിലെ പാത്രങ്ങൾ കഴുകലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ കുട്ടികളുള്ള ദിവസം മുഖം തുടയ്ക്കലും കാര്യങ്ങളും ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്നുള്ളതിലാണ്. ഇപ്പോൾ 2-3 ദിവസം കുട്ടികൾക്ക് ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ ചെയ്തു വരാണ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ ഡൈനിങ് ഹാളും ലിവിങ്ങും അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ഒരുമിച്ച് എടുക്കുക എന്നുള്ളതിലാട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തലേന്ന് രാത്രിയാട്ടോ ചെയ്യണത്. രാത്രി കുറച്ച് ഫ്രീ കിട്ടിയപ്പോൾ ഞാൻ നമ്മളെ ഷോക്കേസും നമ്മളെ TV യൂണിറ്റിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി പിന്നെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്ത കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അങ്ങോട്ട് തുടച്ച് ക്ലീനാക്കി വെച്ചു. അപ്പോൾ പിന്നെ ആ പണി അങ്ങോട്ട് കുറഞ്ഞിട്ട് ഇനിയിപ്പോൾ രാവിലെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ ക്ലീനിങ് പരിപാടിക്ക് നിന്നിക്കണം കേട്ടോ. അപ്പോൾ അന്ന് രണ്ടാൾക്കും സ്കൂൾ ലീവായിരുന്നു. പിന്നെ ഹർത്താൽ ഒക്കെ അല്ലായിരുന്നു. അപ്പോൾ മക്കൾക്ക് സ്കൂൾ ലീവായിരുന്നു. പിന്നെ അതിൻ്റെ പിറ്റേന്നൊക്കെ സ്കൂൾ ലീവ് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് അങ്ങോട്ട് ചെയ്യാമെന്നുള്ളതിൽ അങ്ങനെ. അപ്പോൾ മക്കളിപ്പോൾ നമ്മളെ കൂടെ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സഹായം തന്നെ അല്ലത്. ഇപ്പോൾ ലാഡറിന് കയറി സംഭവം ഫാന് കാര്യങ്ങൾ തുടക്കൽ എല്ലാം മോൻ തന്നെ ആട്ടാണ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഈ പ്രാവശ്യം നല്ല അവരിൻ്റെ കൂടെ നിന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാ പ്രാവശ്യം എൻ്റെ കൂടെ നിന്നിട്ട് അവർ ചെയ്യലുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നല്ല ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ആളായല്ലോ. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം ഒരുപാട് വെള്ളം കൊണ്ടൊന്നും കളിക്കുന്നില്ല കേട്ടോ. എല്ലാ പ്രാവശ്യം ഞാൻ സീലിങ്ങും ചുമരും എല്ലാം വെള്ളം ഒഴിച്ച് നല്ല തേച്ച് കഴുകി എടുക്കലാട്ടോ ചെയ്യൽ. ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും ചെയ്യണില്ല. അതിൻ്റെ സങ്കടം മോനിസിന് നല്ലതുകൊണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴാണ് അവനക്ക് ഇങ്ങനെ നീന്തി കളിക്കാനൊക്കെ പറ്റുക. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കട്ടെ ഞാൻ പറഞ്ഞു വേണ്ട, ഈ പ്രാവശ്യം വെള്ളം കൊണ്ട് ഞാൻ അധികം കളിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കണേ. അങ്ങനെ പിന്നെ നമ്മൾ ചുമരും കാര്യങ്ങളും വല്ലാതെ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കണം. എന്നാലും ചുമരൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിക്കണം. ഒരുപാട് നമ്മൾ നല്ല തേച്ച് കഴുകി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കട്ടക്ക് മക്കൾ കൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ നല്ല എൻജോയ് ചെയ്തിട്ടപ്പോൾ ഞങ്ങൾ പണിയെടുക്കണം കേട്ടോ. നല്ല പാട്ടൊക്കെ ഇട്ടിട്ടേ നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പാട്ടും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പാട്ടിട്ടിട്ടാണ് അങ്ങനെ ചെയ്യണത്. ആദ്യം മോൻക്ക് ഇഷ്ടമുള്ള പാട്ടിട്ടിട്ട് ഞങ്ങൾ ചെയ്യും. പിന്നെ മോനൂസ് പിന്നെ നമ്മൾ പിന്നെ 90s പാട്ടുകൾ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകളും കൂടി തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ ഞാൻ പഴയ മെലഡീസുകളൊക്കെ ഇടുമ്പോഴേ മക്കൾ പറയും വെച്ചാൽ ഗുമ്മില്ല ചെയ്യാൻ, കുറച്ചൊരു അടിച്ചുപൊളി പാട്ടുകളൊക്കെ ഇടി, എന്നാൽ നമുക്ക് പണിയൊക്കെ ചെയ്യാനൊരു ഉഷാറുണ്ടാവുള്ളൂ എന്ന് അറിയട്ടോ. അപ്പോൾ പാട്ടൊക്കെ കേട്ട് അടിപൊളിയായിട്ട് ഞങ്ങളെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ മാറാല തട്ടലും പൊടി തട്ടലും ക്ലീനിങ് അടിച്ച് വാരി എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സോഫ കാര്യങ്ങളൊക്കെ തുടക്കലാട്ടോ. അപ്പോൾ ഞാനിവിടെ സോഫയും കാര്യങ്ങളൊക്കെ തുടക്കുന്ന ടൈം കൊണ്ട് അവർ നമ്മളെ ടേബിളിൻ്റെ ചെയർ ബെഞ്ച് ടേബിൾ കാര്യങ്ങളൊക്കെ തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സോഫ തുടക്കുന്ന വെള്ളത്തിൽ കുറച്ച് പിന്നെ നമ്മൾ ഷാമ്പു ഒഴിച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത് കേട്ടോ. 3-4 പ്രാവശ്യം വെള്ളം മാറ്റി തുടച്ചെടുത്തിട്ടുണ്ട്. നല്ല ചളി ഉണ്ടായിരുന്നു കേട്ടോ സോഫയിൽ. ഫസ്റ്റ് 2 പ്രാവശ്യം തുടക്കുമ്പോഴൊക്കെ നല്ല ചളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ 3-4 പ്രാവശ്യം തന്നെ തുടച്ചെടുത്ത് നല്ല പിഴിഞ്ഞിട്ട് ലാസ്റ്റ് തുടച്ചിട്ട് നല്ല പിന്നെ കളറൊക്കെ വെച്ചിട്ടോ സോഫ. പിന്നെ ഞാനത് വെയിലത്ത് കൊണ്ടുപോയിട്ടിട്ട് നല്ല ഉണക്കിയിട്ട് വൈകുന്നേരം പിന്നെ പുറത്തേക്ക് കയറ്റിയതാട്ടോ. സോറി കേട്ടോ, അകത്തുനിന്ന് പുറത്തേക്കല്ല, പുറത്തുനിന്ന് അകത്തേക്ക് വൈകുന്നേരം കയറ്റിട്ടാ. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ പാട്ടും ഇതൊക്കെ കാണുന്ന ഇടയിൽ കൂടി മക്കൾ പിന്നെ നമ്മളെ ലോകകപ്പ് ഫൈനലില്ലേ, ഫൈനലിൻ്റെ ഷൂട്ട് ഔട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നോക്കി ഞാൻ കുറച്ച് നേരം നിന്നു. അത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ. അർജൻറ്റീന ഫ്രാൻസ് ലോകകപ്പിൻ്റെ ഫൈനലിലെ ലാസ്റ്റ് പിന്നെ നമ്മൾ ഷൂട്ട് ഔട്ട് ഇല്ലായിരുന്നു. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോട്ടിലിട്ട് കാണും കേട്ടോ. മക്കളും കാണും ഞാനും കാണും. മക്കൾ കാണുമ്പോൾ ഞാനും എടുത്ത് പോയി കാണും. അങ്ങനെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഷൂട്ട് ഔട്ട് കാണാനും പിന്നെ കണ്ടാലും മതി വരാത്തൊരവസ്ഥ അന്നത്തെ ആ ദിവസമല്ലേ അത്. അങ്ങനെ അതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ട് പിന്നെ സോഫൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടിടാന്നുള്ളതിൽ അപ്പം മക്കൾ രണ്ടാളും പുറത്ത് നിന്നിട്ട് ഞാൻ അകത്തുനിന്ന് സോഫ പുറത്തേക്ക് തള്ളി കൊടുത്തിട്ടാണ്. അങ്ങനെ അത് നമുക്ക് അത്ര വെയിറ്റ് ഒന്നുമില്ല സോഫ, പക്ഷെ നമുക്ക് പിടിക്കാനൊരു നെയ്മില്ലാത്ത പോലെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ പിന്നെ അവർ രണ്ടാളും കൂടെ അവിടെ നിന്ന് പിടിച്ചിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെച്ചു. ഇനിയിപ്പോൾ ജനലും പിന്നെ അതുപോലെ തന്നെ വാതിൽ പറകോളൻ്റെ ഉള്ളിൽ ഇതൊക്കെ തുടക്കട്ടെ ചെയ്യണത്. അപ്പം ഞാനിവിടെ ജനലും ഇതൊക്കെ തുടക്കുന്ന ടൈമിൽ മക്കൾ പറകോളൻ്റെ ഉള്ളിൽ തുടക്കുന്നുണ്ട്. അപ്പോൾ പറകോളൻ്റെ പിന്നെ താഴ്ഭാഗം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് ഒരുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ ഡോറ് തുറക്കുന്ന ടൈമിൽ കുഞ്ഞിരാൻ്റെ ഫോട്ടോ ഉള്ള ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു കേട്ടോ ഡോറിൽ. അപ്പോൾ മോനിസ് അത് നമ്മൾ ഇലക്ഷൻ്റെ ടൈമിലുള്ള സ്റ്റിക്കറാണ്. അപ്പോൾ ആ ടൈമിൽ ഓനെ ഒട്ടിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിടാൻ നിന്നപ്പോൾ ഓൻ സമ്മതിക്കുന്നില്ല, അത് അവിടെ നിന്നോട്ടെ എന്ന്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചാൽ നിന്നാൽ പിന്നെ അതവിടെ നിന്നോട്ടെ എന്നുള്ളതിൽ ഞാനും പിന്നെ എടുത്തിടാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്ന ടൈമിൽ മോനുസിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ അറിയാം, വെള്ളം ഒഴിക്കാൻ വേണ്ടി. ഞാൻ വെള്ളം ഒഴിക്കട്ടെ വെച്ചിരുന്നു. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മൂപ്പർക്ക് നീന്തി കളിക്കാൻ പറ്റുള്ളൂ. അതിന് ഞാൻ സമ്മതിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്കാനെ പോയി സോപ്പ് എടുക്കാക്കാൻ വെച്ചിട്ട് പറയും നമുക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതിൽ കളിക്കാൻ വേണ്ടി ബോൾ ഉണ്ടല്ലോ, ഫുട്ബോൾ, അത് തട്ടി കളിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇപ്പോൾ സോഫയും ചെയറും എല്ലാ കാര്യങ്ങളും പോയപ്പോൾ ഡൈനിങ് ഹാൾ ഫ്രീ ആയി കിടക്കല്ലേ. അപ്പോൾ ടേബിളും അങ്ങോട്ട് ഒന്ന് നീക്കിയിട്ട് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് കളിക്കാമല്ലോ. അപ്പോൾ ഞാൻ സമ്മതിക്കാഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ് തുറക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണ്ടേ. അതിൻ്റെ ഇടയിൽ നല്ല ദാഹിച്ചിട്ടാണ്. അപ്പോൾ മക്കൾക്ക് നല്ല ദാഹിച്ചിട്ടുണ്ട്. മക്കൾക്ക് മാത്രമല്ല എനിക്കതിലേറെ ദാഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊജിറ്റോ ഉണ്ടാക്കി കുടിക്കാന്നുള്ളതിൽ അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ മുൻകൈ എടുത്തിൻ്റെ കൂടെ തന്നെ നിൽക്കണ്ടേ, എന്തിനാണ് ചിലയിക്കട്ടെ ഡൈനിങ് ഹാളിൽ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ എസ് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കൊണ്ട് കളിയാവും. അപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചു. അപ്പം നമുക്ക് ഡൈനിങ് ഹാൾ മാത്രമല്ല സിറ്റൗട്ടും കൂടെ അന്ന് ചെയ്യാനുണ്ടല്ലോ. സിറ്റൗട്ട് കഴുകൽ മാത്രമല്ല കേട്ടോ, അവിടെ നമ്മൾ പിന്നെ ചവിട്ടികളും അതേപോലെ തന്നെ ഗ്രാസ് ഇല്ലായിരുന്നു, നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ താഴെ ഇട്ടിരുന്ന ഗ്രാസും അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ താഴെയുള്ള ഗ്രാസും എല്ലാം ഞാനവിടെ സിറ്റൗട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് കഴുകാനായിട്ട്. അപ്പോൾ നല്ല പണിയുണ്ട് കേട്ടോ, കുറച്ച് സിറ്റൗട്ടിലധികം. അപ്പോൾ ഡൈനിങ് ഹാളിൽ ക്ലീൻ ആക്കൽ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഞങ്ങൾ സിറ്റൗട്ടിൽ ഇറങ്ങി. അപ്പോൾ ഡൈനിങ് ഹാൾ ഞാൻ തുടച്ചെടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ക്ലീനിങ് പരിപാടി മുഴുവനായിട്ട് കഴിഞ്ഞ് നിലം തുടക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഇട്ടിങ്ങനെ ഞാൻ പിന്നെ സിറ്റൗട്ട് കഴിഞ്ഞിട്ട് അകം തുടയ്ക്കാന്നുള്ളതിൽ മൊത്തത്തിൽ തുടയ്ക്കാണ്ടല്ലോ, അപ്പോൾ അകം തുടയ്ക്കാന്നുള്ളതിൽ ഞങ്ങൾ പിന്നെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. സിറ്റൗട്ടിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ആദ്യം പ്ലാന്റ്സുകളൊക്കെ ഒന്ന് നനച്ചിട്ടാം. ആദ്യം നമ്മൾ അകത്തുള്ള പ്ലാന്റ്സുകളൊക്കെ പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ നനച്ചിട്ട് ഞാൻ പിന്നെ മതിലിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തുള്ള പ്ലാന്റ്സുകളൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ അകത്ത് വെക്കുന്ന പോട്ട്സുകളില്ല, അത് വൈറ്റ് പോട്ട്സ്, അതൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ കഴുകിയെടുത്ത് മക്കളിങ്ങനെ വലുതായി വരികയാണല്ലോ, അതിനനുസരിച്ച് അവർക്ക് കാര്യബോധം കൂടുകയും ചെയ്യും അല്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിയും കുട്ടികൾക്ക് പിന്നെ നമ്മളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതെ, അതായത് പിന്നെ നമ്മളൊന്ന് ചെയ്യുമ്പോഴത്തേന് അടുത്തത് അവർ ചെയ്യാൻ മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. കാണുമ്പം നമ്മളൊന്ന് ചെയ്യുമ്പോഴത്തേന് മക്കൾ അത് ചെയ്യട്ടെ എന്ന് ചോദിച്ചങ്ങാണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ ഞാനും മോനിസാണ് ഇതൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ കാണുമെങ്കിലും ഞങ്ങളെ കൂടെ തന്നെ മോണിറ്ററും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊക്കെ ചെയ്യുന്ന ടൈമിൽ അവന് ലാഡർ ഇട്ടിട്ട് ഫാന് തുടക്കൽ, ലൈറ്റ് കാര്യങ്ങൾ തുടക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ വീഡിയോയിൽ അവൻ അധികം വരാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അങ്ങനെ കട്ടക്ക് അവനും ഉണ്ട് കൂടെ തന്നെ. എല്ലാ പ്രാവശ്യം ഞാൻ നനച്ചുള്ളി പണി എടുക്കുമ്പോൾ ഓരോ ഭാഗങ്ങളും ഓരോ സ്ഥലങ്ങളും ഓരോ ദിവസം അങ്ങനെ വെച്ചിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ തുടങ്ങുമല്ലോ, ഈ പ്രാവശ്യം ഞാൻ നേരം വൈകിട്ടല്ലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സിറ്റ് ഔട്ടും ലിവിങ്ങും ഡൈനിങ്ങളൊക്കെ ഒരുമിച്ച് എടുക്കാമെന്ന് ചോദിച്ചാൽ അതുതന്നെ ബെഡ്റൂമും കാര്യങ്ങളും രണ്ടും ഞാൻ ഒരുമിച്ച് ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് ശേഷം. അപ്പോൾ അത് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ദിവസങ്ങളില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കാമെന്നുള്ളതിൽ അങ്ങനെ ഞാൻ എടുത്ത് തീർത്തതായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്യണ കാണുമ്പോൾ നമുക്ക് എത്ര എളുപ്പമായിട്ടല്ലേ തോന്നുന്നത്. അപ്പോൾ ചെയ്തവർക്ക് അറിയാമല്ലോ ഇതൊന്നും സിമ്പിളായിട്ടുള്ള കാര്യമില്ലെന്ന്. രാവിലെ തുടങ്ങിയിട്ട് നമ്മൾ ഉച്ച വരെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ പണി. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കണവരും എടുക്കും അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പിന്നെ രാവിലെ 9 മണി 9:30 തുടങ്ങിയിട്ട് 2-2:30 മണിയൊക്കെ കഴിയുമ്പോൾ
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ടൊന്നും നമ്മൾ കാണിക്കണില്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള വീഡിയോയിൽ നമ്മളൊരു 10-15 മിനിറ്റ് ആയി വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ അതൊക്കെ ഒത്തിരി പാടാണല്ലോ. അപ്പോൾ അതിനുള്ള എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ കാണാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓരോ വീഡിയോ നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചാനലൊന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മൾ സിറ്റ് ഔട്ടിൽ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നല്ല വെള്ളം ഒഴിച്ചിട്ട് തന്നെ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് വൈപ്പർ ഒഴിച്ചിട്ട് വെള്ളമൊക്കെ പുറത്ത് കളഞ്ഞിട്ട് പിന്നെ ഒന്ന് ലാസ്റ്റ് ഞാൻ തുടച്ചെടുക്കട്ടെ ചെയ്യണത്. ഇനിയിപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലെ ക്ലീനിങ് പരിപാടി മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആകെ ഒന്ന് തുടച്ചെടുക്കാനുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ 1-2 പ്രാവശ്യം തുടച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒന്നും കൂടെ തുടയ്ക്കാന്നുള്ളതിൽ നിൽക്കുകയാണ്. അപ്പോൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഞാൻ കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് ഒരു സ്മെല്ലിന് വേണ്ടി ലിക്വിഡ് ഒഴിച്ചിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഒന്ന് നല്ല തുടച്ചെടുക്കാണ്. ഞാൻ പുറത്ത് നമ്മളെ സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കഴിയുന്ന ടൈമിൽ മക്കളെ അകത്തുനിന്ന് നമ്മൾ ഈ സൈഡൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് നല്ല തുടച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പിന്നെ നിലക്കെ തുടക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ നമ്മൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. പിന്നെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ.